തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നലെ ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. ടി.എസ്. ഹരീഷ് വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, അങ്ങനെ പ്രതികരണങ്ങൾ തേടേണ്ട ഒരു സാഹചര്യവുമല്ല. വലിയ ഒരു ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന നിലയ്ക്കാണോ, എന്താണ് വിവരം? അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു തന്ത്രിയെ ചിലപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കില്ല എന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഇതാ ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ തന്ത്രിയുമായുള്ള പോലീസ് വാഹനം ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയും അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി, അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നത് ഈ ജനറൽ ആശുപത്രിയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് പോലീസിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ കാഷ്വാലിറ്റിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഡോക്ടർ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയെന്ന് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തെ തിരികെ ജയിലിലേക്ക്, പൂജപ്പുരയിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന നടക്കുന്നു. ഇന്നലെയാണ് അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്കായി ഇവിടെ എത്തിക്കുന്നു. അതിനുശേഷം നേരെ കൊല്ലത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. നമ്മൾ ജയിൽ അധികൃതരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വിവരം ലഭ്യമായിരുന്നില്ല. പിന്നീടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം അറിയുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഡോക്ടർ പരിശോധിക്കുകയാണ്. ശരി, ടി.എസ്. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് കണ്ഠരര് രാജീവരെ അറസ്റ്റിലായത്. രാത്രിയോടുകൂടിയിട്ടാണ് കൊല്ലത്തെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ ജയിലിൽ ഇന്ന് രാവിലെയാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു എന്നറിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ തന്ത്രിയെ എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഹരി തുടരുന്നുണ്ട്. ഹരി, എനിക്ക് തോന്നുന്നു കൂടുതൽ പരിശോധനകൾ ആവശ്യമായിരിക്കാം. ഇനി അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ, തിരിച്ച് ജയിലിലേക്ക് വിടുമോ എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അറിയാൻ കഴിയും. പോലീസ് കൂടുതൽ ആവശ്യമുണ്ടോ അവിടെ? അങ്ങനെ ഒരു തിരക്ക് ഉണ്ടോ? കൂടുതൽ പരിശോധനയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിൽ വന്ന മെഡിക്കൽ ഓഫീസർ കാഷ്വാലിറ്റിയിൽ വന്നതിന് ശേഷം കാഷ്വാലിറ്റിയിലെ ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കൂടുതൽ പരിശോധനയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കും കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇവിടെ ഡോക്ടർ പരിശോധിച്ചു. നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത്, ജനറൽ ആശുപത്രിയിലേക്ക് നേരെ ചെന്ന് കയറുന്ന സമയത്ത് വലതുവശത്താണ് കാഷ്വാലിറ്റിയുടെ ഡോക്ടോയുടെ മുറി. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ആദ്യം പരിശോധിച്ചത്. അതിനുശേഷം അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. രാവിലെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രിയിലാണ് കൊല്ലം കോടതിയിൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്ത് തിരികെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുവന്നത്.
ഇന്ന് രാവിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം ഡോക്ടറെ കണ്ടു, തുടർന്ന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്ന് കരുതുന്നു. എന്തായാലും പോലീസ് കനത്ത സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ശബരിമല തന്ത്രി ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് വലിയ ഇപ്പോൾ രാവിലെ വന്ന പ്രതികരണങ്ങൾ, മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വന്ന വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വം ഒക്കെ നൽകുന്നത്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളും കാണുകയുണ്ടായി. തന്ത്രിയെ പഴിചാരി മന്ത്രിമാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ എന്ന് കെ മുരളീധരൻ അടക്കം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം നിയമപ്രകാരം എല്ലാ ഉള്ള നടപടികൾ കൃത്യമായി മുന്നോട്ട് പോകണം, അതിൽ ആർക്കും പ്രത്യേക ഒരു പരിഗണനയുടെ ആവശ്യമില്ല എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്നലെ വളരെ നിർണായകമായ ഈ ഒരു അറസ്റ്റ് നടപടി ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെ 4 മണിയോടുകൂടി SIT വിളിച്ചു വരുത്തുകയായിരുന്നു. മൊഴിയിൽ ഒപ്പിടാൻ വിളിച്ചു വരുത്തുന്നു എന്നതായിരുന്നു അറിയിച്ചിരുന്നതെന്നാണ് കുടുംബം പിന്നീട് മാധ്യമങ്ങളോട് അറിയിച്ചത്. ആ നിലയ്ക്ക് അതുകൊണ്ട് തന്നെ മറ്റ് ഒരു നിയമപരമായ സഹായമൊന്നും തേടാതെയാണ് തന്ത്രി SITയുടെ ഓഫീസിലേക്ക് എത്തിയത്. പക്ഷേ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇഞ്ചക്കലിലെ SITയുടെ ആസ്ഥാനത്തേക്ക് എത്തിച്ചു. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലത്തെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് 7 മണി കഴിഞ്ഞു. അപ്പോഴേക്കും അവിടെ എത്തി. തുടർന്ന് റിമാൻഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്നു. എന്തായാലും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള ഒരു തീരുമാനത്തിലുമാണ് SIT എന്നാണ് അറിയുന്നത്. നിലവിലിപ്പോൾ ജനറൽ ആശുപത്രിയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്.